ലോകകപ്പ് അതിന്റെ ആവേശകരമായ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് അർജന്റീനയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള വമ്പന്മാർ അവരുടെ കളിമിടുക്ക് കാണിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഈ അപ്രമാദിത്യം കിരീട പോരാട്ടത്തിലും ഈ ടീമുകളെ തുണയ്ക്കുമോ? ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളും ജയിക്കുന്നത് കിരീടം ഉറപ്പാക്കില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ലോകകപ്പിന്റെ ചരിത്രവും കണക്കുകളും പരിശോധിച്ചാൽ ചില രസകരമായ വസ്തുതകൾ കാണാം. ലോകകപ്പിൽ ഗ്രൂപ്പിൽ ഒന്നാമതെത്തുന്നതും ലോക കിരീടം നേടുന്നതും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ഇതുവരെ നടന്ന 22 ലോകകപ്പുകളിൽ വെറും 5 തവണ മാത്രമാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ കിരീടം നേടിയത്. ഇതിൽ 1934, 1938 ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പിൽ 3 മത്സരങ്ങളും ജയിച്ച് പിന്നീട് ലോകകപ്പ് ഉയർത്തിയ 3 ടീം മാത്രമേ ചരിത്രത്തിലുള്ളൂ. 1970 ബ്രസീലും 1998 ഫ്രാൻസും 2002 വീണ്ടും ബ്രസീലും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള എല്ലാ വിജയവും കിരീടത്തിലേക്കുള്ള പാതയല്ലെന്ന് ചുരുക്കം. ഗ്രൂപ്പിൽ രണ്ടാമതായി പോയവർ കിരീടം നേടുന്നത് കുറവാണെങ്കിലും അവർ ഫൈനലിൽ എത്തുന്ന ചരിത്രം കൂടുതലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പിന്നിലായി പോയ 7 ടീമുകൾ പിന്നീട് ലോകകപ്പിൽ റണ്ണറപ്പുകളായിട്ടുണ്ട്. ഇതിൽ 1990കളിൽ അർജന്റീനയും 1994 ഇറ്റലിയും 3-ാം സ്ഥാനക്കാരുടെ പട്ടികയിൽ കടന്നുകൂടി ഫൈനൽ വരെ എത്തിയവരാണ്. കൂടാതെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ജയിക്കുന്നതും കിരീട സാധ്യതയെ സ്വാധീനിക്കാറുണ്ട്. കഴിഞ്ഞ 7 ലോകകപ്പുകളിൽ 6 തവണയും കിരീടം നേടിയത് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജയിച്ചവരാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയ അതേ സ്റ്റാർട്ടിംഗ് 11 ഫൈനലിലും മാറ്റമില്ലാതെ ഇറക്കിയ ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ബ്രസീലാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇറക്കിയ അതേ സ്റ്റാർട്ടിംഗ് 11 ഫൈനലിലും ഇറക്കിയ ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ബ്രസീൽ പടയാണ്. കണക്കുകളും ചരിത്രങ്ങളും ഇങ്ങനെയാണെങ്കിലും പന്തുരുളുന്ന മൈതാനത്ത് പ്രവചനങ്ങൾക്കപ്പുറമുള്ള അട്ടിമറികളാണ് ലോകകപ്പിനെ എന്നും ആവേശഭരിതമാക്കുന്നത്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കപ്പെടുമോ അതോ പുതുചരിത്രം പിറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.